മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുമ്പ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. കോൺക്രീറ്റ് ചെയ്തടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. വീണ്ടും കുഴിരൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും. ഒരു വർഷമായി പാലത്തിൽ രൂപപ്പെട്ട് കിടന്ന വൻ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് പോലീസ് ഇടപെട്ട് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 19-ന് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പാലം ഗതാഗതത്തിനായി വീണ്ടും തുറന്നുകൊടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോൺക്രീറ്റ് മുഴുവൻ ഇളകി കുഴി പഴയതുപോലെയായി. കൂടാതെ സമീപത്ത് കൂടുതൽ കുഴികൾ രൂപപ്പെടുക കൂടി ചെയ്തതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം പഴയതിനേക്കാളും ദുഷ്കരമായി. മൂന്നാറിൽ പ്രധാന പാലങ്ങളിൽ ഒന്നായ ആറോ ജംഗ്ഷനിലുള്ള പാലം കാലപ്പഴക്കം കൊണ്ട് പാലത്തിന് നടുവിൽ ഉണ്ടായ കേടുപാടുകൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയുമില്ലാതെ തുടർന്നു പോകുന്ന അവസരത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രഹസനമെന്ന നിലയിൽ PWD അധികൃതർ 5-6 ദിവസം പാലം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ 2 വണ്ടികൾ കയറി 2 ദിവസം ആകുമ്പോഴേക്കും ആ തകർന്ന ഭാഗങ്ങൾ വീണ്ടും തകരുകയും 100 വർഷം മുൻപ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത്. ഇരുവശങ്ങളിലുമുള്ള കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് മാട്ടുപ്പെട്ടി പാലം നിർമ്മിച്ചത്. വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും. ഓണത്തോടനുബന്ധിച്ച് തിരക്കേറും മുമ്പേ കുറ്റമറ്റ രീതിയിൽ പാലത്തിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.